നമസ്കാരം. ഗന്ധർവ ആരാധനയുടെ ബിംബങ്ങൾ ഏതാണ്? പ്രാചീനമായ പല കുടുംബങ്ങളിലും നിലനിന്നിരുന്ന ഒന്നാണ് ഗന്ധർവ ആരാധന. ഈ ഗന്ധർവ ആരാധനയ്ക്ക് പ്രധാനമായിട്ടും കുടുംബത്തിൻ്റെ ഈശാന കോണിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഏറ്റവും ഭംഗിയായി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മുറി ഉണ്ടാകും. വലിപ്പം തീരെ കുറവായിരിക്കും പലപ്പോഴും, എങ്കിലും വൃത്തിയും വെടിപ്പും വളരെ പ്രധാനമാണ്. ഗന്ധർവസ്വാമി ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് പരിപൂർണമായ ശുചിത്വം, ഭംഗി. ആ മുറിയിൽ ആവശ്യമില്ലാത്ത ഒരു ചെറിയ ഇലക്കഷ്ണം പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ ശകരിനാര് പോലും അനാവശ്യമായി ആ മുറിയിൽ കിടക്കുകയില്ല. അടുത്തതെന്താണ്? ആ മുറി തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഭംഗിയായിട്ട് വെക്കും. ഭിത്തിയിലും അനാവശ്യമായ യാതൊന്നും ഉണ്ടാവാതെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. കുളിച്ച് പൂർണ്ണ ശുദ്ധിയോടുകൂടി അല്ലാതെ ആ മുറിയിൽ പ്രവേശിക്കാറുമില്ല. അങ്ങനെയുള്ള ആ മുറിയുടെ ഈശാന കോണിൽ ഏറ്റവും ഉത്തമമായ കണക്കിലുള്ള ഒരു തടി കൊണ്ട് നിർമ്മിച്ച പീഠം സ്ഥാപിച്ച് അതിൽ വെളുത്ത പട്ടുതുണി വിരിച്ചിടുകയാണ്. തൂവെള്ള പട്ടുതുണി ആ പീഠത്തിൻ്റെ മീതെ വിരിച്ചിടുകയാണ്. ആ പട്ടുതുണിയുടെ മുകളിൽ വെള്ളി കെട്ടിയ 3 ചാൺ അളവുള്ള ചൂരൽവടിയാണ് വെക്കുന്നത്. ഗന്ധർവസ്വാമിയുടെ പ്രതീകമായിട്ട് പീഠത്തിൽ വിരിച്ച പട്ടുതുണിയുടെ മീതെ 3 ചാൺ നീളമുള്ള വെള്ളി കെട്ടിയ ചൂരൽവടി സ്ഥാപിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ ഒരു നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരി വെച്ച് ആരാധിക്കുന്നു. ഇതാണ് ഗന്ധർവസ്വാമിയുടെ ആരാധനാ വിധാനം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഈ ആരാധന ചെയ്യുന്നവരുണ്ട്. ചില കുടുംബങ്ങളിലെ ക്രമമനുസരിച്ച് നിത്യവും നിലവിളക്ക് കൊളുത്തേണ്ടതുണ്ട്. ഗന്ധർവസ്വാമിക്ക് അതിവിശിഷ്ടമായ മുല്ലപ്പൂക്കൾ, നന്ദ്യാർ വട്ടപ്പൂക്കൾ തുടങ്ങിയ വെളുത്ത പുഷ്പങ്ങൾ ആണ് അർപ്പിക്കേണ്ടത്. അതോടൊപ്പം ഏറ്റവും ഭംഗിയായി തയ്യാർ ചെയ്ത വറപൊടി, അവലോസുപൊടി, കരിക്ക് ഇതൊക്കെ ഗന്ധർവസ്വാമിക്ക് നിവേദിക്കേണ്ടതുണ്ട്. ചില കുടുംബങ്ങളിലെ കാരണവന്മാർക്ക് ഗന്ധർവ മന്ത്രങ്ങൾ അറിയാവുന്നവരാണ്. ഗന്ധർവ മന്ത്രങ്ങൾ പൂർണ്ണ വിശുദ്ധിയിൽ ജപിക്കണം. അത്ഭുതകരമായ ഫലം നൽകാൻ കഴിവുള്ളതാണ് ഗന്ധർവ മന്ത്രങ്ങളും ഗന്ധർവ ശ്ലോകങ്ങളും സ്തോത്രങ്ങളുമെല്ലാം. പക്ഷേ ഒന്നോർക്കണം, പരിപൂർണമായ സത്യനിഷ്ഠ ഗന്ധർവ ആരാധന ചെയ്യുന്നവർ പാലിക്കേണ്ട കുറേ മാനസിക നിയന്ത്രണങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ച് തന്നെ ചെയ്യണം. എന്താണ് ഗന്ധർവ പൂജയുടെ ഗുണമെന്ന് പറഞ്ഞാൽ, കുടുംബത്തിന് സർവതോമുഖമായ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും, ദാമ്പത്യ ഭദ്രത, ഭാര്യാഭർത്തൃ ഐക്യം, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സന്തോഷം, അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം, പരിപൂർണമായ കുടുംബ ഭദ്രത ഇവ ഗന്ധർവ ആരാധനയുടെ പ്രത്യേകതകളാണ്. പൂർവികമായി ഗന്ധർവ ആരാധനയുള്ള കുടുംബക്കാർക്ക് ഗന്ധർവ ആരാധന കൃത്യമായി തുടർന്നു പോവുക എളുപ്പമാണ്. എന്നാൽ ഇതിനു മുമ്പ് ഗന്ധർവ ആരാധന ചെയ്തിട്ടില്ലാത്ത കുടുംബക്കാര് ഇനി ദാമ്പത്യ അഭിവൃദ്ധിക്കും ദാമ്പത്യ ഭദ്രതയ്ക്കും വേണ്ടി പുതിയതായി ഒരു ഗന്ധർവ ആരാധന തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആവാം. അതിന് പ്രത്യേകമായി ചില ചിട്ടകളുണ്ട്, ചില നിഷ്ഠകളുണ്ട്. അതെല്ലാം പാലിച്ചു വേണം അതിവിശിഷ്ടമായ ഈ ഗന്ധർവ ആരാധനയിലേക്ക് ഇറങ്ങേണ്ടത്. അതിനു മുമ്പ് താമ്പൂലരാശി ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബപരമായ എല്ലാ പശ്ചാത്തലങ്ങളും ചിന്തിച്ച് അതിൻ പ്രകാരം ചിട്ടയോടുകൂടി ഈ ഗന്ധർവ ആരാധനയിൽ ഇറങ്ങിയാൽ സർവ ഐശ്വര്യ സമൃദ്ധിയാണ് ഫലം. നമസ്കാരം.